എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രാക്ഷൻസിന്റെ പല പല ടൈപ്പും അതിന്റെ കൺവേർഷൻസും എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫ്രാക്ഷൻസ് ഇത് പ്രധാനമായിട്ട് ഫ്രാക്ഷൻസിന്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരമാണുള്ളത്. ഓക്കെ, ഒന്നാമത്തത് പ്രോപ്പർ ഫ്രാക്ഷനും അതുപോലെ രണ്ടാമത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്. ഇനി എന്താണ് പ്രോപ്പർ, എന്താണ് ഇംപ്രോപ്പർ? അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. ഒരു ഡിവൈഡ് ബൈ ചിഹ്നം, മുകളിൽ ഒരു നമ്പർ, താഴെ ഒരു നമ്പർ. ഈ മുകളിൽ എഴുതുന്ന സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ. താഴെ വരുന്ന സംഖ്യ വിളിക്കുന്ന പേരാണ്, അത് P ആണ് ന്യൂമറേറ്റർ, Q ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി ന്യൂമറേറ്റർ ആരൊക്കെ ആകാം? നെഗറ്റീവ് നമ്പേഴ്സ് ആകാം, സീറോ ആകാം, പോസിറ്റീവ് നമ്പേഴ്സും ആകാം. ഇനി ഡിനോമിനേറ്റർ ആണെങ്കിലോ നെഗറ്റീവ് നമ്പേഴ്സ് ആകാം, പോസിറ്റീവ് നമ്പേഴ്സ് ആകാം. ഒരിക്കലും എന്താകാൻ പറ്റത്തില്ല, സീറോ ആകാൻ പറ്റത്തില്ല. അപ്പൊ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറൊരു നമ്പർ, ഇങ്ങനെ വരുന്നതിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷൻസ്. ഈ ഫ്രാക്ഷൻസ് മുകളിൽ എഴുതുന്ന സംഖ്യ ന്യൂമറേറ്റർ എന്ന് വിളിക്കും, താഴെ എഴുതുന്ന സംഖ്യ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വാക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അടിയിൽ എഴുതുന്നത് താഴെയല്ലേ, അത് അടിയിൽ എഴുതുന്നത് ഡിനോമിനേറ്റർ, അടി ഡിനോ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അടി ഡിനോ, ഡി ഡി രണ്ടിലും ഡി ഉണ്ട്. അപ്പൊ അടിയിൽ എഴുതുന്ന ആൾ എന്താണ്, ഡിനോമിനേറ്റർ. അപ്പൊ മേളിൽ എഴുതുന്ന ആള് ന്യൂമറേറ്റർ. ഓക്കെ, ഇനി ന്യൂമറേറ്റർ എന്തൊക്കെയാകാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, സീറോ ആകാം, ഏത് നമ്പർ വേണം വരാം. പക്ഷെ ഡിനോമിനേറ്റർ എന്ത് മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ, നെഗറ്റീവോ പോസിറ്റീവോ, സീറോ ആകാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ ഫ്രാക്ഷൻസിൽ നമ്മളിത് പറഞ്ഞു രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, P/Qല് P ലെസ് ദാൻ Q ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഡെഫിനിഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. 1/2, 4/7, 6/11 ഇങ്ങനെയൊക്കെ വരുന്ന ഫ്രാക്ഷൻസ്. ഇവിടെ എന്താണ് പ്രത്യേകത, മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ചെറുതാണ്, താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ വലുതാണ്. കമ്പാരിറ്റീവ്ലി ഇവര് രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ചെറുതും താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ വലുതുമാണ്. ഇവിടെയോ അങ്ങനെയല്ലേ, ഇവിടെയോ അങ്ങനെയല്ലേ. അങ്ങനെ വരുന്ന ഫ്രാക്ഷനെ പറയുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ എന്തായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? നേരെ തിരിച്ച് P/Qനകത്ത് P ഗ്രേറ്റർ ദാൻ Q ആയിരിക്കും. ഉദാഹരണത്തിന് 7/4, 11/6, 23/5 ഇങ്ങനെയൊക്കെ വരുന്ന ഫ്രാക്ഷൻസ്, ഇതിനെ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷൻസ് എത്ര തരം? രണ്ട് തരം, പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും. പ്രോപ്പർ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. നമ്മളോട് എന്താണ് പറഞ്ഞത്, ഫ്രാക്ഷൻസ് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, ഇല്ലേ? പ്രോപ്പർ ഫ്രാക്ഷനെ വേറെ രൂപങ്ങളൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഡെസിമൽ ആക്കാം, അതല്ലാതെ വേറെ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോപ്പർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫോം ആണ്, അത് അങ്ങനെ തന്നെ കിടക്കും. ഈ ഇംപ്രോപ്പറിനെ എനിക്ക് ആരാക്കി മാറ്റാനായിട്ട് പറ്റും, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കിനി അതെങ്ങനെയാണ്, ഇംപ്രോപ്പർ എന്താണ്, മിക്സഡ് എന്താണ്, അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം അത് നോക്കാം. ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇംപ്രോപ്പറിന്റെ മറ്റൊരു രൂപമാണ് എന്ത്, മിക്സഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു തരാം, 2 1/7 അല്ലെങ്കിൽ 3 4/6, 4/8 അല്ലെങ്കിൽ 4/9 അങ്ങനെ ഏതെങ്കിലും ഒക്കെ. ഇങ്ങനെ ഒരു ഇന്റിജർ നമ്പറും കാണും, ഒരു കംപ്ലീറ്റ് നമ്പറും കാണും, അതിനോടൊപ്പം ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കാണും. ഇങ്ങനെ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ഒരുമിച്ച് ചേർന്ന് വരുന്നതിനെ പറയുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ പറയുന്ന പേര് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. തിരിച്ച് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ പറയുന്ന പേര് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി ഒരു നമ്പറും ഉണ്ട്, അതിനോടൊപ്പം ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്, മുകളിൽ ചെറുതും താഴെ വലുതും വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേര് മിക്സഡ് ഫ്രാക്ഷൻ. ഇനി നമുക്ക് ഇംപ്രോപ്പറിനെ എങ്ങനെയാണ് മിക്സഡ് ആക്കുന്നത്, മിക്സഡിനെ എങ്ങനെയാണ് ഇംപ്രോപ്പർ ആക്കുന്നത് നോക്കാം. ഞാനിപ്പോ ഉദാഹരണത്തിന് ആദ്യം ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നതാണ് നോക്കുന്നത്. ഞാനിപ്പോ ഉദാഹരണത്തിനായിട്ട് 11/3 ചുമ്മാ ഒരു ഫ്രാക്ഷൻ എടുത്തു, 11/3. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. മൈൻഡിൽ ചിന്തിച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ ഡിവൈഡ് ചെയ്ത് എഴുതി വേണമെങ്കിലും ചെയ്യാം. മൈൻഡിൽ ചിന്തിച്ച് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ ആരുണ്ട്, 3 ഉണ്ട്. മുകളിലുള്ള 11നകത്ത് എത്ര തവണ 3 ഉണ്ടെന്ന് നോക്കാം. എത്ര തവണയുണ്ട്, 3 പ്രാവശ്യം 9 കിട്ടും. അത് കഴിഞ്ഞ് 10, 11 രണ്ട് മിച്ചമല്ലേ ഈ 11 ആകാനായിട്ട്, ഇല്ലേ? താഴത്തെ 3 എത്ര തവണ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 3 തവണ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ 3 ഇവിടെ എഴുതി.
ഇനി അത് കഴിഞ്ഞിട്ട് 10, 11 രണ്ട് മിച്ചം. ആ മിച്ചമുള്ള 2 എഴുതുക, ഡിവൈഡ് ബൈ 3 അതുപോലെ എഴുതുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. 17 ഡിവൈഡ് ബൈ 5. ഓക്കെ, 17നകത്ത് 5 എത്ര തവണയുണ്ട്? 3 പ്രാവശ്യം 15 ഇല്ലേ? 3 പ്രാവശ്യം 15, 16, 17 രണ്ട് മിച്ചം. സോ 2 ഡിവൈഡ് ബൈ താഴെ എത്രയുണ്ട്? 5. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യക്കകത്ത് ന്യൂമറേറ്ററിനകത്ത് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയിട്ട് എത്ര തവണ ഉണ്ടെന്ന് എഴുതുക. റിമൈൻഡർ ബാക്കി വരുന്ന ആളിനെ മുകളിൽ എഴുതുക, ഈ താഴെ സംഖ്യ അതുപോലെ താഴെ എഴുതുക. ഇനി ഇങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നുമില്ല, ഇത്രയും ചെയ്താൽ മതി. 17 ഡിവൈഡ് ബൈ 5 ഇങ്ങനെയല്ലേ വന്നത്? 17നെ 5 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, 3 പ്രാവശ്യം 15, റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതല്ലേ നമുക്ക് പുറവാക്ക് വരുന്ന സൈഡ്, ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക? ഓർഡറിൽ നോക്കുക. 3, 2, 5. അപ്പൊ 3, 2 ബൈ 5. ഓക്കെ, 3, 2, 5, 3, 2, 5 ഈ ഓർഡറിൽ കണക്കി എടുക്കുക. 3, 2, 5. അപ്പൊ 3, 2 ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഇപ്പൊ പറയുന്ന ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. 56 ഡിവൈഡ് ബൈ എത്ര കൊടുക്കാം? 9 കൊടുക്കാം. ഓക്കെ, 56 ഡിവൈഡ് ബൈ 9. 56നെ എന്ത് ചെയ്യുന്നു? 9 കൊണ്ട് ഭാഗിക്കുന്നു. എത്ര കിട്ടും? 5 9 45, 6 9 54. മിച്ചം എത്ര വരും? 2 വരും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി എടുക്കുക. ആദ്യം 6 എഴുതി, 2 9. സോ 2/9. ഓക്കെ അല്ലേ? അപ്പൊ 56/9 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? 6 2/9 തുല്യമാണ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കുന്നത്. ഇനി തിരിച്ച് മിക്സഡിനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കാം? ഈ ചോദ്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ നോക്കിയേ, 56/9 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഞാൻ ഡിവൈഡ് ചെയ്ത് എന്താക്കി മാറ്റി? മിക്സഡ് ആക്കി മാറ്റി. ഇനി മിക്സഡിനെ എനിക്ക് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ആരുണ്ട്? അടിയിൽ 9. അതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ ഇതിനോടൊപ്പം കൂട്ടുക. 9 × 6. 9 × 6 എത്ര കിട്ടും? 54. 54നോട് 2 കൂട്ടുക, എത്ര കിട്ടും? 56. ഡിവൈഡ് ബൈ താഴത്തെ 9 അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് 1-2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ആദ്യം 2 ചോദ്യങ്ങൾ നമുക്ക് ഇംപ്രോപ്പറിൽ നിന്ന് മിക്സഡിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ തിരിച്ച് കൺവേർട്ട് നോക്കാം. 2 ചോദ്യങ്ങൾ ഇംപ്രോപ്പറിൽ നിന്ന് മിക്സഡ് ആക്കാനും 2 ചോദ്യങ്ങൾ മിക്സഡിൽ നിന്ന് ഇംപ്രോപ്പർ ആക്കാനായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 23 4. സോ 23നെ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര തവണ? 5 4 20. റിമൈൻഡർ എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക? റൈറ്റിലേക്ക് എടുക്കുക. ആദ്യം 5 എഴുതാം. 3 4 3/4. അപ്പൊ 5 3/4. ഇതാണ് 23/4ന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഫോം. രണ്ടാമത്തെ ചോദ്യം 37 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 6 × 6 36. റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. സോ നമ്മൾ നേരത്തെ പോലെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ആദ്യം 6 എഴുതി, അടുത്ത ആഴ്ച 1 6 1/6. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ, മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റാനായിട്ട്. അത് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ചാൽ നമുക്ക് നോക്കാം. 7 × 2 എത്ര കിട്ടും? 7 × 2 ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇങ്ങനെ വരുമ്പോ ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിനോട് ഇവരെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് A × C ചെയ്യുക, അതിനോടൊപ്പം ആ B കൂട്ടുക. താഴെ ആര് തന്നെ എഴുതും? C തന്നെ എഴുതും. ഇവിടെ 7 × 2 14. 14നോട് 5 കൂട്ടിയാൽ 15 16 17 18 19. 5 അല്ലേ? 19 ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? 7 ഉണ്ട്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. 6 3/4. 4 × 6. 6 × 4 എത്ര കിട്ടും? 24. 24നോട് എത്ര ചേർക്കണം? 3 കൂട്ടണം. 24നോട് 3 കൂട്ടിയാൽ 27. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കൺവേർഷൻസ് ഫ്രാക്ഷന്റെ. ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കാനും മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാനും വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പാറ്റേൺ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി, അപ്പൊ തെറ്റത്തില്ല. ഓക്കെ, ആ പാറ്റേൺ എടുത്താൽ മതി. ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.